ഹലോ നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടാരോ ട്രീഡിംഗ് ഈ ഒരു മെയ് മാസം നിങ്ങളുടെ റിലേഷൻഷിപ്പ് എനർജി ആൻഡ് കരിയർ എനർജി, ഒപ്പം ഈ ഒരു മെയ് മാസം നിങ്ങളുടെ ഓവറോൾ ഫ്യൂച്ചർ എങ്ങനെയാണ് പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി ഈ ഒരു റീഡിങ്ങുമായി കണക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എനർജിയാണ്. ഈ ഒരു മാസം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ വന്നിരിക്കുന്ന കാർഡുകൾ എന്ന് പറയുന്നത് കിങ് ഓഫ് പെന്റക്കിൾസ്, ഏസ് ഓഫ് പെന്റക്കിൾസ്, 5 ഓഫ് സൂട്ട്സ് ആൻഡ് പേജ് ഓഫ് സൂട്ട്സ്. ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന കിങ് ഓഫ് പെന്റക്കിൾസ് കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ ഒരാൾ വളരെ പ്രാക്ടിക്കലാണ്, ഫിനാൻഷ്യലി വളരെ സ്റ്റേബിൾ ആണ്, വളരെ റെസ്പോൺസിബിൾ എനർജിയാണ്. അവൻ അല്ലെങ്കിൽ അവൾ, നിങ്ങളുടെ വ്യക്തി ഈ ഒരു കമ്മിറ്റ്മെന്റിനെ വളരെ സീരിയസ് ആയിട്ട് തന്നെ ഈ ഒരു സമയം കാണുന്നു. പക്ഷേ ഒന്നും അങ്ങോട്ട് തുറന്നു പറയുന്ന ആളല്ല, ഇമോഷൻസ് തുറന്നു പറയാൻ മടി. ഇത് വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് എനർജി, അതല്ല എങ്കിൽ ഒരു ലോങ് ടേം പാർട്ട്ണർ എനർജി, വളരെ നിങ്ങളെ സെക്യൂറായി പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്ന ഒരാളുടെ എനർജിയാണ് ഈ കാണിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിനെയും വിട്ടുകൊടുക്കാൻ അവർ തയ്യാറല്ല. നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ഏസ് ഓഫ് പെന്റക്കിൾസ് ആണ്. ഒരു പുതിയ ഒരു ബിഗിനിങ്ങിനെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഓഫർ, ഒരു കമ്മിറ്റ്മെന്റ് ചാൻസിനെയൊക്കെ സൂചിപ്പിക്കുന്നു. ചിലർക്ക് ഇതൊരു മാരേജ് പ്രപ്പോസൽ എനർജി ആണെന്ന് പോലും കാണിക്കുന്നുണ്ട്. അതായത് ഒരുപാട് കാലമായി ബന്ധം തുടർന്നുകൊണ്ട് പോയി ഒരു മാരേജ് കമ്മിറ്റ്മെന്റ് ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി. നിങ്ങളുടെ ബന്ധത്തിൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് ഒക്കെ പോസിബിൾ ആണ് എന്ന് യൂണിവേഴ്സ് പറയുന്നു. ചില കാര്യങ്ങൾ കൊണ്ടൊക്കെ മുടങ്ങിക്കിടന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു മാസം അതിനൊക്കെ ഒരു ചെറിയ മാറ്റം വരാൻ പോകുന്നു എന്ന് കാണിക്കുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്ന 5 ഓഫ് സൂട്ട്സ് കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷസിനെ, ചില ആളുകൾക്ക് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ പല സാഹചര്യത്തിലുള്ള ആളുകളുടെ ഒരു എനർജിയാണ് ഈ കാണിക്കുന്നത്. ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് ഒരു നോ കോണ്ടാക്റ്റിൽ പോയ ഒരു റിലേഷൻഷിപ്പിനെയാണ്. ഒരു വഴക്കല്ലെങ്കിൽ ഒരു വാദപ്രതിവാദമൊക്കെ നടത്തി നിങ്ങൾക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ ടോക്സിക് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ആകാൻ പോകുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. Someone is trying to prove they are right. അതായത് നിങ്ങൾക്കൊപ്പമുള്ള വ്യക്തി അവർ പറയുന്നതാണ് അല്ലെങ്കിൽ അവർ ചെയ്തതാണ് ശരി എന്ന് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് കാണിക്കുന്നു. പേജ് ഓഫ് സോട്ട്സ് ഒരു സ്പൈങ് എനർജി, നിങ്ങളെ വാച്ച് ചെയ്യുന്നു, ചെക്കിംഗ് സ്റ്റാറ്റസ്, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലേക്ക് വരുന്നു എന്നൊക്കെ സൂചിപ്പിക്കുന്നു. ഒരു ബന്ധം ഒരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പിലേക്കൊക്കെ പോയ ആളുകളാണെങ്കിൽ ശരിക്കും അവർ നിങ്ങളെ ഒബ്സർവ് ചെയ്യുകയാണ്. മറ്റൊരാൾ വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മ്യൂച്വൽ ഫ്രണ്ട്സ് വഴിയോ ഒക്കെ അന്വേഷിക്കുന്നു. നിങ്ങൾക്കിടയിലുള്ള ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ഈ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ശരിക്കും രാത്രിയിൽ ഉറക്കമില്ല. ഈ ഒരു മെയ് മാസത്തെ ഒരു റിലേഷൻഷിപ്പ് സമ്മറി നോക്കുന്ന സമയത്ത് ഒരുപാട് പേരുടെ എനർജി വന്നിട്ടുണ്ട്. അതായത് ഒരു നോ കോണ്ടാക്റ്റിൽ പോയ ആളുകളുടെ റിലേഷൻഷിപ്പിന്റെ എനർജി, അതുപോലെ തന്നെ പുതിയ ഒരു മാരേജ് ഓഫർ ചെയ്യുന്ന ആളുകളുടെ എനർജി, മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാനാകാതെ പിടിച്ചു വെക്കുന്ന ആളുകളുടെ എനർജിയും ഇവിടെ കാണിക്കുന്നുണ്ട്. ഓവറോൾ ഒരു റിലേഷൻഷിപ്പ് സമ്മറി നോക്കുന്ന സമയത്ത് ഒരു സ്റ്റെബിലിറ്റി ഓഫർ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഈഗോ ആൻഡ് ഇമ്മച്വർ കമ്മ്യൂണിക്കേഷൻ ശരിക്കും നിങ്ങളുടെ ബന്ധത്തിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരാൾക്ക് ഈ ഒരു ബന്ധത്തിൻ്റെ ഒരു കൺട്രോൾ ആണ് ആവശ്യം, കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരാൾക്ക് ആവശ്യം ഈ ഒരു ബന്ധത്തിൻ്റെ ക്ലാരിറ്റിയാണ്. യൂണിവേഴ്സ് അഡ്വൈസ് നോക്കുന്ന സമയത്ത് നിങ്ങൾ തമ്മിലുള്ള ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യമാണ് ഇവിടെ കാണിക്കുന്നത്. ഈഗോ ഒക്കെ ഒന്ന് മാറ്റിവെച്ച് ഹൃദയം കൊണ്ട് സംസാരിക്കുക. നിങ്ങൾക്കൊരു ട്രൂത്ത് ക്ലാരിറ്റി ഉടനെ വരും. പക്ഷേ അനാവശ്യമായിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് അല്ലെങ്കിൽ വാദപ്രതിവാദങ്ങൾ ഒഴിവാക്കാൻ മനഃപൂർവ്വം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ബന്ധം വളരെ നല്ല രീതിയിൽ ഒരു ഫ്യൂച്ചറിലേക്ക് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടുന്ന ഘടകങ്ങളെപ്പറ്റി വ്യക്തമായി ആലോചിച്ച് മനസ്സിലാക്കി അതിനെപ്പറ്റി സംസാരിക്കുക. ഓർക്കുക, ശരിയായ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല എങ്കിൽ 2 വ്യക്തികളും ഒരേ സമയം സ്ലീപ്ലെസ് ആയിട്ടുള്ള നൈറ്റുകളും അതുപോലെ തന്നെ ഓവർ തിങ്ക് മോഡിലേക്കും പോകും. ഇത് ക്രമേണ നിങ്ങളുടെ ഒരു ആരോഗ്യത്തെയും അതുപോലെ തന്നെ നിങ്ങളുടെ കരിയറിനെയും എല്ലാം ഓവറോൾ നിങ്ങളുടെ എല്ലാവിധ റിലേഷൻഷിപ്പിനെയും ബാധിക്കും. അതുകൊണ്ട് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുത്ത് തിരുത്താൻ പറ്റുന്ന മേഖലകൾ തിരുത്തി മുന്നോട്ട് പോവുക. അടുത്തതായി നമുക്ക് മെയ് മാസം നിങ്ങളുടെ ഒരു കരിയർ എനർജി എങ്ങനെയാണ് പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ക്യൂൻ ഓഫ് കപ്സ് ആണ്. ഒപ്പം 8 ഓഫ് പെന്റക്കിൾസ് ആൻഡ് മജീഷ്യൻ ആൻഡ് ടവർ. ഫസ്റ്റ് വന്നിരിക്കുന്ന ക്യൂൻ ഓഫ് കപ്സ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഇമോഷണലി നിങ്ങളുടെ വർക്കുമായിട്ട് വളരെ കണക്റ്റഡ് ആണ്. ഇതൊരു ക്രിയേറ്റീവ്, ഹീലിംഗ്, സ്പിരിച്വൽ, കൗൺസിലിംഗ്, മാർക്കറ്റിംഗ് അല്ലെങ്കിൽ പബ്ലിക് മിംഗ്ലിംഗ് ഉള്ള ആ ഒരു മേഖലയിൽ നിൽക്കുന്ന ആളുകളുടെ ഒരു സ്ട്രോങ് സൈനാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ശരിക്കും ആസ്വദിച്ച് വർക്ക് ചെയ്യുന്ന ആളുകളാണ്, ഇഷ്ടത്തോടു കൂടി വർക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്ന 8 ഓഫ് പെന്റക്കിൾസ് കാർഡ് സൂചിപ്പിക്കുന്നത് ശരിക്കും ഒരു ഹാർഡ് വർക്കിനെ സൂചിപ്പിക്കുന്നു. ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള വർക്ക്, സ്കിൽ ബിൽഡിംഗ്, അതായത് നിങ്ങൾ ഇംപ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു.
സ്ലോലിയാണ്, പക്ഷേ സ്റ്റഡിലി ആയിട്ട് തന്നെ മടിയൊക്കെ ഒന്ന് മാറ്റിവെച്ച് ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യുകയാണ് നിങ്ങളുടെ ഒരു കരിയർ ഫീൽഡിൽ. നെക്സ്റ്റ് വന്നിരിക്കുന്ന മജീഷ്യൻ കാർഡ് സൂചിപ്പിക്കുന്ന ഒരു മാനിഫെസ്റ്റേഷൻ പവറിനെ സൂചിപ്പിക്കുന്നു. ചില ആളുകൾ ഒരു കരിയർ മേഖലയിൽ ഒരു സെൽഫ് ബ്രാൻഡിങ് അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ തുടങ്ങി അതൊരു സക്സസ് ഫീൽഡിലേക്ക് പോകുന്നു എന്ന് കാണിക്കുന്നു. നിങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലെല്ലാം തന്നെ നിങ്ങളൊരു മേജർ വെപ്പൺ ആക്കിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു മാർക്കറ്റിംഗ് ഫീൽഡിൽ തിളങ്ങുന്നു എന്ന് കാണിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളൊരു കണ്ടന്റ് ക്രിയേഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് മാർക്കറ്റിംഗ് ഒക്കെ ഒരു ബിഗ് സൈനായിട്ട് തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒരു ക്രിയേറ്റീവ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. യു ക്യാൻ ക്രിയേറ്റ് യുവർ ഓൺ ഓപ്പർച്യൂണിറ്റി. അതാണ് ഈ ഒരു സമയം റീഡിങ്ങിന് പറയാനുള്ളത്. നെക്സ്റ്റ് വന്നിരിക്കുന്ന ടവർ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ കരിയറിലുള്ള ഒരു സഡൻ ഷിഫ്റ്റിനെയാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് വരുന്നു എന്ന് കാണിക്കുന്നു. ചിലർക്ക് ഇത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടാകാം. നിങ്ങളുടെ ഒരു ജോബ് ചേഞ്ച് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ചേഞ്ച് അല്ലെങ്കിൽ ഷോക്ക് ട്രൂത്ത്, ചില കരിയറിനെ പറ്റിയുള്ള നിങ്ങൾക്ക് ഒട്ടും വിശ്വസിക്കാനാവാത്ത ഒരു സത്യം അത് മുന്നിൽ വരുന്നു എന്ന് കാണിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ടവർ കാർഡ് വരുമ്പോൾ അത്ര പേടിക്കേണ്ടുന്ന കാര്യമില്ല. ഡിസ്ട്രോയ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ തന്നെയും വീക്കായിട്ടുള്ള ഒരു പാർട്ടായിരിക്കും ഡിസ്ട്രോയ് ചെയ്യുന്നത്. നിങ്ങളുടെ ചില വീക്ക് പോയിന്റ് അല്ലെങ്കിൽ ഒരു വീക്ക്നെസ് ഇതെല്ലാം തന്നെ ഒന്ന് മാറ്റി ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂണിവേഴ്സിൻ്റെ ഒരു ശ്രമമാണ് ഈ ഒരു ടവർ കാർഡ് എന്ന് സൂചിപ്പിക്കുന്നു. ഇതൊരു പണിഷ്മെൻ്റ് ആയിട്ട് കാണേണ്ടതല്ല. അല്പം ഒന്ന് വേദനിക്കുന്നെങ്കിൽ തന്നെയും ഇതൊരു റീഡയറക്ഷൻ ഫേസ് ആയിട്ട് മനസ്സിലാക്കുക. ഒരു ജീവിതത്തിലൊരു യൂ ടേൺ എടുക്കുന്ന സമയം. ഓവറോൾ കരിയർ സമ്മറി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഹാർഡ് വർക്കുകൾക്കെല്ലാം തന്നെ നിശ്ചയമായിട്ടും അതിൻ്റെ ഫലം കിട്ടിയിരിക്കും. സ്വന്തമായിട്ടൊരു ക്രിയേറ്റീവ് ഫീൽഡിൽ നിൽക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ തേടി അവസരങ്ങൾ വരുന്നു. അതുപോലെ സഡൻ ചേഞ്ചസ്, ചില ആളുകൾക്ക് കരിയറിലൊരു വലിയ ചേഞ്ചസ് വരുന്നു. പക്ഷേ പേടിക്കേണ്ടെന്ന കാര്യമില്ല. ഒരു റീഡയറക്ഷൻ ഫേസ് ആയിട്ട് കണക്കാക്കുക. ഈ ഒരു 2026 മെയ് മാസം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്താണെന്ന് ചോദിക്കുമ്പോൾ വന്നിരിക്കുന്ന കാർഡ് ഹെർമിറ്റ് കാർഡാണ്. ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ. ആരോരും അറിയാതെ, നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ട്രാൻസ്ഫോർമേഷൻ ഫേസിലേക്ക് പോകുന്നു. ഒരു ഇന്നർ ക്ലാരിറ്റി കിട്ടുന്ന ഒരു സമയം. ചില ഒരു നഷ്ടങ്ങളിൽ നിന്നും നിങ്ങൾക്ക് യോജിക്കാത്ത ചില ഇടങ്ങളിൽ നിന്നുമെല്ലാം തന്നെ നിങ്ങൾ ഡിസ്റ്റൻസ് ആകുന്നു എന്ന് കാണിക്കുന്നു. ഈ ഒരു മാസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് ചിന്തിക്കാം. സംസാരങ്ങളും പ്രഖ്യാപനങ്ങളും എല്ലാം തന്നെ കുറച്ചുകൊണ്ട് നിങ്ങളുടെ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും എല്ലാം തന്നെ ഒബ്സർവ് ചെയ്തുകൊണ്ട് മികച്ച തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് പ്രവൃത്തിയിലേക്ക് പോവുക. ബന്ധങ്ങളിൽ ചിലർക്ക് ഇതൊരു ടെമ്പററി ഒരു ഡിസ്റ്റൻസിനെ സൂചിപ്പിക്കുന്നു. റീയൂണിയൻ അല്പം വൈകിയാണെങ്കിൽ തന്നെ നിങ്ങൾക്കത് വന്നു ചേരും. ഒരുപാട് വേദനകൾ തന്നിരുന്ന ഒരു ഇടങ്ങളിൽ നിന്നെല്ലാം തന്നെ മാറി നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുന്നതിനായി ഒറ്റയ്ക്കിരിക്കുന്നു, ഏകാന്തമായിട്ടിരിക്കുന്ന ഒരു മാസമായിരിക്കും ചിലർക്കിത്. പക്ഷേ ഹെർമിറ്റ് കാർഡ് സൂചിപ്പിക്കുന്നത് ഒരു സ്പിരിച്വൽ അപ്ഗ്രേഡിനെയാണ്. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സത്യത്തെ മനസ്സിലാക്കുന്ന ഒരു സമയം. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സ്റ്റെബിലിറ്റിയൊക്കെ പുറത്ത് അന്വേഷിക്കുന്നതൊക്കെ നിർത്തി ആത്മവിശ്വാസം അകത്തുണ്ടാക്കിയെടുക്കുക. റിലേഷൻഷിപ്പിലൊരു സ്മൂത്ത് ഗോയിങ് ആയിട്ട് ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക. ജീവിതം അല്പം ഒന്ന് പോസ് ചെയ്ത് അല്പം ഒന്ന് ചുറ്റുപാട് നിരീക്ഷിച്ച ശേഷം ശരിയായ തീരുമാനമെടുത്ത് ബന്ധങ്ങളിലും കരിയറിലും എല്ലാം തന്നെ മുന്നോട്ട് പോവുക. ഇതുവരെയുള്ള നിങ്ങളുടെ വിഷമങ്ങൾക്കും അതുപോലെ തന്നെ തടസ്സങ്ങൾക്കും എല്ലാം തന്നെ വളരെയധികം മാറ്റം കൊണ്ടുവരുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു മെയ് മാസം എന്ന് പറയുന്നത്. ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് റെസൊണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിന് നന്ദി പറയുക. ദിവസേനയുള്ള ഡിവൈൻ ടാരോട്ട് ഗൈഡൻസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു റീഡിങ്ങിൽ പറഞ്ഞിട്ടുള്ള എല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. നെഗറ്റീവായതും നിങ്ങളെ വിഷമിപ്പിക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിവൈന് മുമ്പിൽ സറണ്ടർ ചെയ്യുക. നിങ്ങളുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കരിയർ എന്നിവയിലെല്ലാം തന്നെ ജീവിതത്തിൽ ഒരു നിർണായക തീരുമാനം എടുക്കേണ്ടുന്ന ഒരു ഘട്ടമാണ് എങ്കിൽ നിങ്ങൾക്ക് റെസൊണേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ടാരറ്റ് റീഡറിനെ സമീപിച്ച് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുന്നത് വളരെ നന്നായിരിക്കും. എൻ്റെ പേഴ്സണൽ റീഡിങ്ങിനുള്ള നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മെസ്സേജ് അയക്കുകയോ കോൾ ചെയ്യുകയോ ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ എൻ്റെ ദിവസേനയുള്ള പ്രത്യേക പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്തുന്നതിനായി നിങ്ങളുടെ പേരും നാളും ചേർത്ത് കമൻറ്റ് ചെയ്യുക. തീർച്ചയായും നിങ്ങളെ എല്ലാവരെയും എൻ്റെ പ്രത്യേകമായ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നിറയെ സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു മെയ് മാസം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഡിവൈനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു യൂണിവേഴ്സ്.